എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ്. പനീർ ബട്ടർ മസാല. നോർത്ത് ഇന്ത്യൻസിന് മാത്രമല്ല നമ്മൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിതല്ലേ. നല്ല ചൂടിന് നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റ് ആയിരിക്കും. നമ്മൾക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഒരു പാനിൽ ഒരു പീസ് ബട്ടറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, സ്ക്വയറായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക്, ഒരു 5 തക്കാളി ഉണ്ട്, അതും സ്ക്വയറായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കണം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയും സവാളയും ചെറുതായി അരിഞ്ഞ് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴന്നും കിട്ടും. മസാല നമ്മൾക്ക് സ്മൂത്തായിട്ട് അരച്ചെടുക്കാനും പറ്റും. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഒരു 15 എണ്ണം ഉണ്ട്. ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ തക്കാളിയുടെയും സവാളയുടെയും എണ്ണം 1-2 എണ്ണമൊക്കെ കൂട്ടിക്കൊടുത്താൽ മതിയാകും. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. ആ ജഗ്ഗിൽ നിന്ന് ഒഴിച്ചതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു പോയി. ഇനിയും കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. 1 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. കാഷ്യൂനട്ടൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് ആറിയ ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരണം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് അരച്ച മസാലയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ചേർത്തങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കണം. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 5-6 മിനിറ്റ് നേരം നമുക്ക് പനീറൊന്ന് ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പനീർ ഇട്ട ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് പനീർ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തി ഒന്ന് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. കസൂരി മേത്തിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. 1 പീസ് ബട്ടറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണേ, സപ്പോർട്ടും തരണേ. താങ്ക് യു.